നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ, നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. അവർ കോൺഗ്രസിൽ പോകുന്ന സ്വപ്നം കാണാൻ പറ്റത്തില്ല. ഇത്രയും കാലം നമ്മളെല്ലാം എതിർക്കാനും തകർക്കാനും നിന്ന കോൺഗ്രസിൻ്റെ അടുത്തേക്ക് എന്നിട്ട് നമ്മുടെ വിഷമം തീർക്കാൻ പറ്റും. ഇതിനകത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇല്ല, ഇപ്പോൾ കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്തതാണ്. നമ്മുടെ പഴയ MLA ആയ ഐഷാപ്പറ്റി എന്നാണ് നമ്മുടെ ഐഷാപ്പറ്റി MLA ഇപ്പോൾ അവർ കോൺഗ്രസിൽ ചേർന്നു. വാസ്തവത്തിൽ എനിക്കിപ്പോഴും അതിങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ, നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. അവർ കോൺഗ്രസിൽ പോകുന്ന സ്വപ്നം കാണാൻ പറ്റത്തില്ല. ഞാൻ ഈ മാസം ജനുവരി മാസം തന്നെ 2 പ്രാവശ്യമെങ്കിലും അവരുടെ അടുത്ത് പോകുന്നു. സാധാരണ പോകുന്നതാണ്, മണിക്കൂറുകളിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പോയി എന്നുള്ളത് നമുക്കൊരു ഞെട്ടലും ഒരു വിഷമവും ഒക്കെ ഉണ്ടാക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ എല്ലാ സൗകര്യങ്ങളും പിന്തുണയും എല്ലാം കൊടുത്ത് 10,000-കണക്കിന് നമ്മുടെ സാധാരണ പ്രവർത്തകർ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവർ 3 പ്രാവശ്യം MLA ആയി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ ഒരാൾ പോകുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്തിനാണ് പോയതെന്ന് ഇപ്പോഴും ഒരു റീസണബിളായ ലോജിക്കൊന്നും മനസ്സിലാവുന്നില്ല.